ഈ ലിവിംഗ് ഏരിയയ്ക്ക് ആകർഷകമായ പ്രകാശ സജ്ജീകരണങ്ങളും നൽകിയിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങൾ മാറി മാറി തെളിയുന്ന ഈ വൈദ്യുതി വിളക്കിന്റെ കാഴ്ച ഏറെ ആകർഷകമാണ്. ഈ ലിവിംഗ് ഏരിയയെ ഡൈനിങ് ഏരിയയുമായി വേർതിരിക്കുന്നത് ആർച്ച് ഷേപ്പിലുള്ള ഈ വുഡ് വർക്കാണ്. കമാനത്തിനോട് ചേർന്ന് നല്ലൊരു ഷോക്കേസും ഒരുക്കിയിട്ടുണ്ട്. കമാനത്തിനപ്പുറം നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ്, വൃത്താകൃതിയിലുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെന്റ്. ഒട്ടേറെ പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. നല്ലൊരു ക്രോക്കറി ഷെൽഫും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനരികിലാണ് സ്റ്റെയർകേസിന്റെ സ്ഥാനം. വളഞ്ഞേറി പോകാവുന്ന നല്ലൊരു നിർമ്മിതി. സ്റ്റെയർകേസിനരികിലായി നല്ലൊരു ജാലകം നൽകിയതും റൂഫ് ടോപ്പിലായി നല്ലൊരു പർഗോള വർക്ക് നൽകിയതും ഈ മുറിയിലേക്ക് ധാരാളം വെന്റിലേഷനും വെളിച്ചവും ഉറപ്പുവരുത്തുന്നു. വൃത്താകൃതിയിൽ നൽകിയ പർഗോള റൂഫ് നല്ലൊരു കാഴ്ചയാണ്. ഈ വീടിന്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇതിനെ ഇവിടുത്തെ കോർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റെല്ലാ മുറിയിലോട്ടുള്ള എൻട്രി നൽകിയിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. അപ്സ്റ്റേറിലേക്കുള്ള സ്റ്റെയർ കേസ്, പിന്നെ താഴത്തെ ബെഡ്റൂം, ലിവിംഗ് റൂം, കിച്ചൺ എന്നിവയിലേക്കുള്ള എൻട്രി എല്ലാം നൽകിയിട്ടുള്ളത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ്. അതിനാൽ മാക്സിമം നാച്ചുറലായിട്ട് കിട്ടാനുള്ള പ്രൊവിഷനും ഈ ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി റൂഫിൽ പർഗോള, പിന്നെ സ്റ്റെയർ കേസിന്റെ ബാക്കിൽ വലിയൊരു വിൻഡോ എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മറ്റു മുറികളിലേക്കുള്ള എൻട്രി. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ കിടപ്പുമുറി, കിച്ചൺ, പിന്നെ അപ്സ്റ്റെയർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നാണ് എൻട്രി. ഇങ്ങനെയൊരു ട്രാഫിക് ഐലൻഡ് ആണെങ്കിലും വളരെ സൗകര്യപ്രദമായ ഒരു ഡൈനിങ് ഏരിയയാണിത്. ഡൈനിങ് ഏരിയയ്ക്ക് അരികിൽ പ്രത്യേക മുറിയായി നല്ല കവേർഡ് സ്റ്റൈലിലാണ് ഇവിടുത്തെ കിച്ചൺ. വളരെ വിശാലമായ കിച്ചൺ, മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് നിർമ്മിതി. വളരെ വലിയ കിച്ചൺ വേണമെന്നായിരുന്നു നീലിന്റെ വൈഫായ സൂസന്റെ ആഗ്രഹം. അത് പ്രകാരം തന്നെ വലിയൊരു കിച്ചണാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ വീടിന്റെ കിച്ചൺ നൽകിയിട്ടുള്ള രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് വർക്കിംഗ് കിച്ചണും ഒന്ന് മോഡേൺ കിച്ചണും. ഈ മോഡേൺ കിച്ചൺ നൽകിയിട്ടുള്ള മോഡേൺ കിച്ചണിലെ ക്യാബിനറ്റുകളും മറ്റും നൽകിയിട്ടുള്ള ടീ കൂഡിലാണ്. പിന്നെ മോഡേൺ കിച്ചണിലേക്ക് മാക്സിമം യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഹോം ഡൈനിങ്ങും നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ക്യാബിനുകളും ലേറ്റസ്റ്റ് സ്റ്റൈൽ കിച്ചൺ എക്യുപ്മെന്റ്സും കൊണ്ടുള്ള ആകർഷകമായ കിച്ചണാണിത്. ഒരു ഇൻഫോർമൽ ഡൈനിങ് സ്പേസ് കൂടി കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറെ മനോഹരമായ സൗകര്യപ്രദമായ ഒരു കിച്ചൺ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 4 ബെഡ് ഹൗസ് ആണ്. പക്ഷേ അതിലൊന്നു മാത്രമേ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൂ. ബാക്കി 3 മുകൾ നിലയിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ള ഏക കിടപ്പുമുറി ഇതാണ്. വീട്ടിൽ വിരുന്നെത്തുന്ന മുതിർന്ന ബന്ധുക്കളെ കണക്കിലെടുത്തുള്ളതാണ് ഈ ബെഡ്റൂം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് എൻട്രി. വലിയ വാർഡ്രോബ് ഫെസിലിറ്റി, ബാത്ത് അറ്റാച്ച് ഫെസിലിറ്റി എന്നിവയൊക്കെ ഈ കിടപ്പറയോട് ചേർന്നുണ്ട്. ഈ വീടിന് 4 ബെഡ്റൂമാണുള്ളത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമും. സാധാരണഗതിയിൽ 4 ബെഡ്റൂമുള്ള ഒരു വീടിന് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് നൽകാറുള്ളത്. കാരണം ഈ വീടിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാത്തതിന് കാരണം സ്ഥലപരിമിതിയാണ്. അതുമാത്രമല്ല, നീലിന്റെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു തന്റെ ബെഡ്റൂംസ് എല്ലാം മാക്സിമം സ്പേഷ്യസ് ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമും ഞാൻ നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂംസ് എല്ലാം മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ അപ്സ്റ്റെയറിലെ സൗകര്യങ്ങൾ കാണാം. നല്ലൊരു അപ്പർ ലിവിംഗ് ഏരിയ, 3 കിടപ്പുമുറികൾ, പിന്നെ ബാൽക്കണിയും. അത്രയുമാണ് മുകൾ നിലയിലെ സൗകര്യങ്ങൾ. കാണുക. ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രി നൽകിയുള്ള ഈ സ്റ്റെയർ കേസ് അതിന്റെ കർവ്ഡ് ഷേപ്പ് കൊണ്ട് തന്നെ ഏറെ ആകർഷകമാണ്. അനായാസം കയറാം. നിർമ്മിച്ചതും ഏറെ മനോഹരമായിട്ടാണ്. സ്റ്റെയർ കേസിന് നേരെ മുകളിലെ ഈ പർഗോള റൂഫിലൂടെ രാത്രിയും പകലും ഒരുപോലെ വെളിച്ചം